നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് തിരുവോണം ആശംസകൾ. ഇന്ന് തുര്യൻ ചാനലിന്റെ അതിഥി എഴുത്തുകാരനും അധ്യാപകനും അതിലുപരി സാംസ്കാരിക പ്രവർത്തകനും ഒക്കെ പത്രപ്രവർത്തകനും ഒക്കെ ആയിരുന്ന ജിനേഷ് കുമാർ എരമമാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്താണ് ഈ തിരുവോണത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഓണം മലയാളികളുടെ എല്ലാമാണ് എന്നാണ് പറയുന്നത്. സാഹോദര്യവും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ഒരു സന്ദേശം കൂടിയാണ് ഓണം എന്ന് പറയുന്നത്. എന്താണ് ഈ ഓണത്തെ കുറിച്ച് പറയാനുള്ളത്? ഓണം മലയാളികളുടെ ദേശീയോത്സവമാണ്. കേരളപ്പിറവിക്ക് ശേഷമാണ് ഒരു ദേശീയ ഉത്സവമായി ഇതിനെ അംഗീകരിച്ചത്. പക്ഷേ നൂറ്റാണ്ടുകളായി പലതരത്തിൽ കേരളത്തിൽ ഓണം നിലനിൽക്കുന്നുണ്ട്. കേരളം ഉണ്ടായത് പിൽക്കാലത്താണ്. പക്ഷെ പഴയ കേരളം എന്ന് വിളിക്കാവുന്ന പ്രദേശത്ത് ഓണം എന്ന സങ്കല്പം ഉണ്ടായിരുന്നു, ഓണ ആഘോഷം ഉണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ രേഖകൾ വെച്ച് 2-ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞാൽ 1900 വർഷം മുമ്പ് മധുരൈ കാഞ്ചി എന്ന സംഘകാല കൃതിയിൽ ആണ് ആദ്യത്തെ ഓണത്തെക്കുറിച്ചുള്ള പരാമർശം വരുന്നത്. അപ്പോൾ ഏതാണ്ട് 2000 വർഷത്തെ എന്ന് പറയാം ഒരു ചരിത്രം സത്യത്തിൽ ഈ ഓണ സങ്കല്പത്തിനുണ്ട്. തുടർന്ന് ഓരോ നൂറ്റാണ്ടിലും അക്കാലത്തെ കവികൾ ഓണത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്ന 14-ാം നൂറ്റാണ്ടിലെ കൃതിയിൽ ഓണവുമായി ബന്ധപ്പെട്ട ചില വരികൾ ഉണ്ട്. ഓരോ കാലത്തും അതുപോലെ 15-ാം നൂറ്റാണ്ട്, 16-ാം നൂറ്റാണ്ട്, ഈ കാലത്തൊക്കെ ഓണത്തെക്കുറിച്ച് കവികൾ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നൂറ്റാണ്ടുകളായി മലയാളികളുടെ ഉള്ളിലൊരു സങ്കല്പമാണ്. സത്യത്തിൽ ഓണത്തിന്റെ ഈ കഥ നമ്മളെ പുരാവൃത്തം എന്ന് പറയുന്നുണ്ടല്ലോ, മാവേലിയെ ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറയുന്നത്, അതിന് കേരളവുമായി ഒരു ബന്ധവുമില്ല. കാരണം വാമനൻ അവതാരം എടുത്തു എന്നും മാവേലിയെ ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറയുന്ന കഥ നർമ്മദാ നദിയുടെ തീരത്താണ്. അത് ഉത്തരേന്ത്യയിലാണ്, മധ്യപ്രദേശ്, ബീഹാർ തുടങ്ങിയ പ്രദേശത്തൊക്കെ വരുന്നതാണ്. പക്ഷെ കഥയല്ല വിഷയം. കാരണം ഇത്തരത്തിലുള്ള പുരാവൃത്തത്തിലൂടെ ചില സന്ദേശങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ഇതൊരു ഓണപ്പാട്ടാണ്. ഈ ഓണപ്പാട്ടുണ്ടായിട്ട് അധിക കാലമായിട്ടില്ല, ഒരു 18-19 നൂറ്റാണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ഈ ഓണപ്പാട്ട് 18-19 നൂറ്റാണ്ടിലുണ്ടായതാണ്. അതിന് അത്ര പഴക്കമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ പിന്നിലൊരു സങ്കല്പം, അതായത് എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ കഴിയുന്ന ഒരു ലോകം ഉണ്ടാവും, ഒരു കാലം ഉണ്ടായിത്തീരുക എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് അതിനുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കാലം ഇന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അങ്ങനെ ഒരു കാലം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരാഘോഷം കൂടിയാണ് ഓണം. പിന്നെ ഓണത്തിന്റെ എല്ലാ ആഘോഷവും പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. പഴയ കാലത്ത് നമുക്കറിയാം കേരളത്തിൽ ധാരാളം പ്രകൃതി ഉണ്ടായിരുന്നു. ധാരാളം പൂക്കളും മരങ്ങളും ചെടികളും ഉണ്ടായിരുന്നു. ഋതുക്കൾ ഒക്കെ കൃത്യമായി വന്നു പോയിരുന്ന കാലമാണ്. അതായത് മഴക്കാലം എന്ന് പറയുമ്പോൾ ആ സമയത്ത് തന്നെ ഇടവപ്പാതിക്ക് മഴ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാ ഉത്സവാഘോഷങ്ങളും പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഈ മഴ ഏതാണ്ട് ഒന്ന് കുറഞ്ഞ് പൂക്കളൊക്കെ വിടരുന്ന കാലത്താണ് ഓണം വരുന്നത്. അപ്പോൾ പ്രകൃതിയുടെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. കർക്കിടകമൊക്കെ കഴിഞ്ഞ്, പഴയ കാലത്ത് കർക്കിടകം എന്ന് പറയുന്നത് അതെ, കാരണം കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ കർക്കിടകം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അപകടം പിടിച്ച ഒരു കാലമാണ്. കാരണം കൃഷിയില്ല, പഞ്ഞമാസമാണ്, ഭക്ഷണ സാധനങ്ങൾക്ക് തീർന്നു പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് നമ്മുടെ കൊയ്ത്ത്, ഒരു കന്നി കൊയ്ത്താണ് ശരിക്കും. അപ്പോൾ ചിങ്ങമാസമൊക്കെ ആകുമ്പോഴേക്കും കൊയ്ത്തിന് പാടം തയ്യാറാവുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സന്തോഷത്തിന്റെ കാലമായിട്ടാണ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഓണവുമായി ബന്ധപ്പെട്ട കളികൾ, വിനോദങ്ങൾ. പിന്നെ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഓണാഘോഷം പറഞ്ഞല്ലോ, അതായത് കേരളപ്പിറവിക്ക് ശേഷമാണ് എല്ലാവരും ഓണാഘോഷിക്കുന്ന അവസ്ഥ വന്നത്. അതിന് മുമ്പ് കുറച്ച് പേര് മാത്രം, അതായത് ജന്മിമാര്, രാജാക്കന്മാർ, ഇവർ മാത്രമാണ്. കാരണം ഭൂമിയൊക്കെ അവരുടെ കയ്യിലാണ്, സമ്പത്ത് അവരുടെ കയ്യിലാണ്. ഈ പാവപ്പെട്ട കുടിയാന്മാർ ചെയ്യുന്നത്, അവര് എപ്പോഴും മണ്ണിൽ പണിയെടുക്കുക, പക്ഷെ സ്വന്തമായിട്ടൊന്നുമില്ല. ഇവർക്ക് ഓണക്കാലത്ത് കാഴ്ച വസ്തുക്കൾ കൊണ്ട് കൊടുക്കുക, ഇപ്പം വാഴക്കുല, കാർഷിക ഉൽപ്പന്നങ്ങൾ കൊടുക്കുക. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ചില സാധനം ഓണക്കോടിയൊക്കെ കൊടുക്കുക. അപ്പൊ ഭൂരിപക്ഷം വരുന്ന ആളുകളും പട്ടിണി കിടന്ന ഒരു കാലത്ത് ഇന്നത്തെ പോലെയുള്ള ഓണം ആയിരിക്കില്ലല്ലോ, സ്വാഭാവികം. കുറച്ച് പേരുടെ ഓണമായിരിക്കും. പിന്നെ അത് മാറി. പിന്നീട് അത് മാറാൻ ഒരു കാരണം ഭൂപരിഷ്കരണമാണ്. കേരളത്തിൽ എല്ലാവർക്കും ഭൂമി കിട്ടുകയും എല്ലാവരുടെ കയ്യിലേക്കും ഈ സമ്പത്ത് വരികയും ചെയ്യുന്ന ഒരു കാലത്താണ് എല്ലാവരും ഓണം ആഘോഷിക്കുന്ന അവസ്ഥ വരുന്നത്.
പിന്നെ ഇപ്പോൾ ഈ പൂക്കളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പിന്നെ ഈ വയലുകളൊക്കെ അന്യമായി, അതേപോലെ പൂ പറിക്കും. ഇപ്പൊ മാടായിപ്പാറയിലൊക്കെ കാക്കപ്പൂ വിരിയുന്ന പറയുന്നത്, അതൊന്നും ഇപ്രാവശ്യം ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ അന്യ സംസ്ഥാനങ്ങളെയാണ് അധികം പൂവിന് വേണ്ടി ആശ്രയിക്കുന്നത്. അതിനെ കുറിച്ച് എന്താ പറയാ? അത് ഓണത്തിന് വന്ന വലിയ മാറ്റമാണ്. അതായത് ഈ നമുക്കറിയാം, നമ്മളിപ്പോൾ മുതലാളിത്ത വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പ്രകൃതി എന്നത് ഇല്ലാതാവുകയും ഈ കൃത്രിമ ഉൽപ്പന്നങ്ങൾ കൂടുകയും ചെയ്യും. കാരണം പ്രകൃതിയെ ഇപ്പം നമ്മൾ എവിടെ നോക്കിയാലും പ്രകൃതിയുടെ ആളുകൾക്ക് അങ്ങനെ വലിയ സ്നേഹമൊന്നുമില്ല. കാരണം ആളുകളുടെ കയ്യിൽ പണം വരുന്നു. അപ്പോൾ പണം വരുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ പ്രകൃതിയെ ഇല്ലാതാക്കിയിട്ടാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. ഇപ്പോൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു. കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് പ്രകൃതി നിലനിർത്താം, പക്ഷെ അത് ചെയ്യുന്നില്ല ആളുകൾ. ഇപ്പോൾ നമുക്കറിയാം, ഒരു വീടുണ്ടാക്കുമ്പോൾ നമ്മൾ പറമ്പിലെ എല്ലാ ചെടികളും മരങ്ങളൊക്കെ നശിപ്പിച്ച് അവിടെ മുഴുവൻ ഇന്റർലോക്ക് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ മണ്ണ് ചവിട്ടുന്നെന്തോ മോശമാണ്, അല്ലെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ടെന്നെന്തോ മോശമാണ് എന്ന ഒരു തെറ്റായ ധാരണയിലേക്ക് മലയാളികൾ പിൽക്കാലത്ത് എത്തുന്നു. ഒരു വല്ലാത്തൊരു സംസ്കാരമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രകൃതി എന്നത് ഇല്ലാതാവുന്നു. അപ്പോൾ ഉത്സവങ്ങൾ വെറും ഒരു കച്ചവടമായി മാറ്റും. അപ്പോൾ കച്ചവടക്കാരുടെ തന്നെ ഓണം വരുന്നത് നമ്മൾ അറിയുന്നത് ഈ കച്ചവട സ്ഥാപനങ്ങളുടെ പരസ്യത്തിലൂടെയാണ്. അത് തുണി കടകളായാലും ജ്വല്ലറികളായാലും ഇതിൻ്റെ പരസ്യത്തിലൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ കൃഷി കുറഞ്ഞു വരുന്നു, നമ്മുടെ നാട്ടിൽ ഇതുപോലെ പൂക്കൾ ഇല്ലാതാവുന്നു, പ്രകൃതി ഇല്ലാതാവുന്നു. പക്ഷെ നമ്മൾ പഴയ രീതിയിൽ ഓണം ആഘോഷിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന പൂക്കൾ വാങ്ങുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. അപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കാതെ എവിടെ നിന്നോ ഉണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മൾ മലയാളികളുടെ ആഘോഷം എന്ന നിലക്ക് അത് കൊണ്ടാടുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഇവിടെ തന്നെ ഈ സംഗതികളൊക്കെ ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഉള്ളത് നമുക്ക് ഉപയോഗപ്പെടുത്തി ചെയ്യാം എന്നതാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു തോന്നൽ. എന്താണ് ഒരു ഓണ സന്ദേശം എന്ന നിലക്ക് നമ്മളെ പ്രേക്ഷകരോട് പറയാനുള്ളത്? താങ്കൾ പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്, കവിയായിരുന്നു ഒരു കാലത്ത്, അതേപോലെ കുറെ കാലം അധ്യാപകനായിരുന്നു, അതിനിടയ്ക്ക് പത്രപ്രവർത്തന രംഗത്തൊക്കെ തിരിഞ്ഞിരുന്നല്ലോ. അപ്പോ നമ്മുടെ പ്രേക്ഷകരോട് ഈ ഓണത്തിന് ഇപ്പം പ്രത്യേക ഒരു കെട്ടകാലം എന്നൊക്കെ പറയുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം കെട്ടകാലം എന്ന് പറഞ്ഞാല് ദാരിദ്ര്യമൊന്നും ഇല്ലെങ്കിൽ കൂടി ഈ മയക്കുമരുന്നും അതേപോലെ തന്നെ കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള ഒരു, നമ്മളൊക്കെ വായിച്ചു പഠിച്ചതിന് പണ്ട് കാലത്തായിരുന്നു, ഇപ്പോഴും അതൊക്കെ നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ ഈ ഓണത്തിന് ഒരു സന്ദേശം എന്ന നിലക്ക് നമ്മളെ പ്രേക്ഷകരോട് പങ്കുവെക്കുക. ഓണത്തിന്റെ സന്ദേശം നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ കഴിയുകയാണ്. എല്ലാവരും തുല്യരായി സന്തോഷത്തോടെ കഴിയുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ആഘോഷങ്ങളുടെ സന്തോഷം ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഏതായാലും കേരളത്തിൽ ഓണം എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾ, വായനശാലകൾ, ക്ലബ്ബുകൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ജാതിമത വ്യത്യാസമില്ലാതെയാണ് ഇത് ആഘോഷിക്കുന്നത്. അതൊരു നല്ല സൂചനയാണ്. കാരണം മറ്റു പല പ്രദേശങ്ങളും ഉത്സവങ്ങൾ, ആഘോഷങ്ങളൊക്കെ ജാതിയിലേക്കും മതത്തിലേക്കും ചുരുങ്ങുമ്പോൾ നമ്മളത് എല്ലാവരുടെയും ആഘോഷമായി കൊണ്ടു നടത്തുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു സ്കൂളിൽ ഓണാഘോഷ പരിപാടിക്ക് എത്തിയ കുട്ടികൾ തമ്മിൽ തെരുവിൽ വെച്ച് ഏറ്റുമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. കാരണം ഓണത്തല്ലിന്റെ പേരിൽ അത് ഓണത്തല്ല് എന്നുള്ള സംഭവത്തിന്റെ ഒരു ചരിത്രപരമായ ഒരു ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന മിക്ക കാര്യങ്ങളും നിറഞ്ഞതായിരുന്നു. ഇപ്പോൾ ഓണത്തല്ല് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയാം? 2 നാട്ടുരാജ്യങ്ങളിലെ ആളുകൾ തമ്മിൽ പരസ്പരം അടിച്ച് കൊന്ന ഒരു സംഭവം, അക്രമമായിരുന്നു ഒരു കാലത്ത് സാധനം. ഇതിനെ നമ്മൾ പരിഷ്കരിച്ച് അല്ലെങ്കിൽ അക്രമം ഒഴിവാക്കിയിട്ട് വിനോദമാക്കി മാറ്റിയതാണ് നമ്മുടെ ഓണത്തല്ല്. ഓണത്തല്ല് നമ്മളിപ്പോൾ ആരെയും തല്ലി കൊല്ലുന്നില്ലല്ലോ, അതൊരു കളിയാണ്. ഇപ്പോൾ ഈ വള്ളംകളി ഓണത്തിന് പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. ശരിക്കും എന്തായിരുന്നു വള്ളംകളി ഒരു കാലത്ത്? 2 നാട്ടുരാജ്യങ്ങളിലെ വള്ളങ്ങളാണ്, യുദ്ധം നടത്തുന്ന വള്ളങ്ങളാണ്. ഇതിൽ ഈ പോരാളികൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് ഈ തുഴയുന്നവരുടെ കൂടെ ആക്രമം ഉണ്ടായിരുന്നു. എന്നിട്ട് പരസ്പരം കൊലപ്പെടുത്തലായിരുന്നു. നമ്മളതിനെ പരിഷ്കരിച്ചിട്ടാണ് നല്ലൊരു ആഘോഷമാക്കി മാറ്റിയത്, വിനോദമാക്കി മാറ്റിയത്. അപ്പം നമ്മൾ മനുഷ്യർ സമൂഹം മുന്നോട്ട് പോകുന്തോറും സംഭവിക്കേണ്ട ഒരു കാര്യം അക്രമം ഒഴിവാകുന്നില്ല. ഒരു കാലത്ത് നമ്മൾ എല്ലാ പ്രശ്നം പരിഹരിച്ചിരുന്നത് അടിച്ചിട്ടാണ്, കയ്യൂക്കൊണ്ടാണ്. കയ്യൂക്കൊള്ളാൻ കാര്യക്കാരൻ ജന്മിത്ത കാലത്ത് അങ്ങനല്ല, രാജഭരണകാലത്ത്. പക്ഷെ പിന്നീട് എന്തായി? നമുക്ക് കോടതി ഉണ്ടായി, നമുക്ക് നിയമസഭയുണ്ടായി, നമുക്ക് ചർച്ച ചെയ്യാനുള്ള വേദി ഉണ്ടായി. അപ്പോൾ സംസാരിച്ച് തീർക്കുക. അപ്പോൾ നമ്മൾ തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ പണ്ടാണെങ്കിൽ അടിച്ചു തീർക്കും, ഇപ്പം നമ്മൾ സംസാരിച്ച് തീർക്കും. ഈ സംസാരിച്ച് തീർക്കലിലേക്ക് വരുന്ന ഈ പുരോഗതിയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ അക്രമത്തെ, ഇപ്പോൾ നമ്മുടെ ഫുട്ബോൾ കളി, ഇപ്പോൾ ഫുട്ബോൾ ഒരു കാലത്ത് 2 ഗോത്രക്കാർ തമ്മിലുള്ള യുദ്ധമായിരുന്നു ഫുട്ബോൾ.
ഒരു ഗോത്രം മറ്റേ ഗോത്രത്തിന്റെ താവളത്തിലേക്ക് പോയി ആ ഗോത്ര തലവന്റെ തലയെറുത്ത് തട്ടിക്കളിച്ചുകൊണ്ട് വന്ന സംഗതിയാണ് പിൽക്കാലത്ത് ഫുട്ബോൾ കളിയായി മാറിയത്. ഫുട്ബോളിൽ ഇപ്പൊ അക്രമമില്ല, പക്ഷെ പണ്ട് അക്രമമുണ്ടായിരുന്നു. ക്രിക്കറ്റ്, എല്ലാ കളികളും അങ്ങനെയായിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ സിവിലൈസേഷൻ, നാഗരികത എന്ന് പറയില്ല. അപ്പൊ നാഗരികത എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാറ്റിൽ നിന്നും ഈ അക്രമം ഒഴിവാക്കി സമാധാനപരമായി ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ യുദ്ധങ്ങൾ കളികളായി മാറുന്നത് പിൽക്കാലത്ത്. പക്ഷെ ഇന്ന് തിരിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്നും അറിയുന്നില്ല. ഓണത്തല്ല് എന്ന് പറയുന്നത് ഒരു വിനോദമായി മാറേണ്ടത് വേറെ നേരിട്ട് ആക്രമിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു അക്രമ വാസന അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നു. അപ്പോൾ അതിന് പല സിനിമകൾ ഉൾപ്പെടെ അതിന് കാരണമാകുന്നുണ്ട്. കാരണം ഇങ്ങനെ അടിക്കുന്നതിൻ്റെയൊക്കെ ഭയങ്കരമായ വിഷ്വൽസ് സിനിമയിലൊക്കെ വരുമ്പോൾ അടി കിട്ടുന്നതിൻ്റെ വേദന നമുക്ക് അറിയുന്നില്ല. കാരണം ഇത് കാണുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ അക്രമത്തിലേക്ക് സമൂഹം പോകുന്നു. അത് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്, ഹിംസയിലേക്ക് പോകുന്നത്. അത് ശരിക്കും ഓണത്തിന് എതിരായ ഒരു കാര്യമാണ്. ഓണം എന്ന് പറഞ്ഞ അക്രമത്തിൻ്റെ ഒരു സംഗതിയല്ല. ഒരിക്കലും കുട്ടികൾ അങ്ങനെ തമ്മിൽ അടിക്കാനേ പാടില്ല, ഏത് കാരണത്തിൽ, ആരായാലും. അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞതുപോലെ മയക്കുമരുന്നിൻ്റെയൊക്കെ സ്വാധീനം ഉണ്ടാവും. കാരണം അത്രമാത്രം ഈ പണം ഉണ്ടാക്കാൻ എന്തും ചെയ്യുന്ന അധാർമികമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാലത്ത് ഓണത്തിൻ്റെ യഥാർത്ഥ സന്ദേശം ഉൾക്കൊള്ളുക, ആളുകൾ തമ്മിൽ സ്നേഹത്തിൽ ഒരുമയിൽ കഴിയുക, അതുപോലെ എല്ലാവരും സന്തോഷത്തോടെ കഴിയുക, അങ്ങനെയുള്ളൊരു കൂട്ടായ്മ ഉണ്ടായിത്തരിക. അപ്പോൾ മറ്റു മനുഷ്യർക്ക് കൂടി വേണ്ടി ഈ ഉള്ളൊരു ലോകം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓണം ആഘോഷിക്കേണ്ടത്. അപ്പോൾ കേവലം ഒരു ചടങ്ങായി തീരാതെ ഇത്തരം സന്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം ഓണം. അപ്പോൾ ഈ മാവേലിപ്പാട്ടിൽ പറയുന്ന അങ്ങനെയൊരു ലോകം, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന ലോകം ഉണ്ടായിത്തീരുക എന്ന് എല്ലാവരെയും മറ്റു പലരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് തന്നെയാണ് ഓണത്തിന്റെ സന്ദേശം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി. ഈ ഇത്രയും നേരം തിരക്കിനിടയിലും ഈ തിരുവോണ നാളിൽ തുര്യൻ ചാനലിനോട് സംസാരിച്ചത് മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി തിരുവോണാശംസകൾ നേരുന്നു. നന്ദി, സന്തോഷം.